ഹായ് ഹായ് ഹായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാവരും ഓണം മൂഡിലാണെന്നറിയാം. അപ്പോൾ ഞാനും ഇവിടെ ഓണം സെലിബ്രേഷന് വേണ്ടി റെഡി ആവാൻ പോവാണ്. ഓഫീസിലെ ഓണത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ചെറിയൊരു മേക്കപ്പും നമ്മുടെ കേരള സാരിയുമാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ ഇട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ബ്ലെൻഡ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കുറവും വരണ്ട. പ്രൈമർ ഞാനിട്ടു. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ മെയിൻ കഥാപാത്രമായ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് വേണം. സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സൂര്യദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൺസ്ക്രീനും ഞാൻ ഡെർമ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ സൺസ്ക്രീനും കൂടി ഇടുകയാണ്. ഇത് എപ്പോഴും ഞാനൊരു ഫങ്ഷന് ഒരുങ്ങുന്ന ഒരു രീതിയിലാണ് ഒരുങ്ങുന്നത്. അധികം മേക്കപ്പ് ഇല്ല, എന്നാലും ആവശ്യത്തിനുണ്ട് ഇതാണ്. അപ്പോൾ ഇനി അടുത്തത് മോയ്സ്ചറിങ് ക്രീമാണ്. ഞാൻ മോയ്സ്ചറിങ് ക്രീം ഇവിടെ ലോറിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറിങ് ക്രീമിൻ്റെ കൂടെ ഞാൻ ഫൗണ്ടേഷൻ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അധികം ഫൗണ്ടേഷൻ എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ, പലരും അങ്ങനെ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറിങ് ക്രീമും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഈ മേക്കപ്പ് സെറ്റ് ആവാതെ വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് യോജിച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എനിക്കിഷ്ടം. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനി ഞാൻ സെറ്റിംഗ് പൗഡർ ഇടുകയാണ്. നൈക്കേൻ്റെ സെറ്റിംഗ് പൗഡറാണ്. അപ്പോൾ അങ്ങനെ ഫേസിൻ്റെ പരിപാടി അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അധികം അങ്ങോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കണ്ണാണ് മെയിൻ. കണ്ണ് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഐ ഷേഡോ ആദ്യം ഇടാം. ഐ ഷേഡോ ജസ്റ്റ് ഒരു ചെറിയൊരു കളർ പിങ്കിഷ്, ചെറിയൊരു പിങ്കിഷ് പിങ്കിഷ് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതി പൊട്ടുതടാം. അപ്പോൾ കണ്ണെഴുതൽ ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് എഴുതാനാണ് ഭയങ്കര, കണ്ണും ഹെയറുമാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതങ്ങോട്ട് എപ്പോഴും സെറ്റാവാറില്ല. കണ്ണെഴുതുമ്പോഴെപ്പോഴും ഇങ്ങനെ വിചാരിക്കും സെറ്റാവടേ, പാളിപ്പോവരുതേ എന്ന്. എന്തായാലും ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഹെയർ ഞാൻ കെട്ടാനാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ലാസ്റ്റ് സാരി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പൂ വെക്കാമെന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ കേരള സാരി ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫ്ലോറൽ പ്രിൻ്റായിട്ട് പിങ്കാണ് കേരള സാരിയിൽ. ഫുൾ പൂക്കളാണ്. അപ്പോൾ എനിക്ക് ഇഹ ഡിസൈൻ എന്നാണ് ഞാൻ ഈ സാരി വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇതിൽ തന്നെയുള്ള വൈറ്റ്, ചെറിയ ചെറിയ ഫ്ലവറായിട്ടുള്ള വൈറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇത് സെപ്പറേറ്റായിട്ട് ബ്ലൗസ് തയ്ച്ചതാണ്. ഒരു പിങ്ക് കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിങ്ക് ബ്ലൗസ്, ഒറ്റ കളർ ബ്ലൗസ് അതിന് ഇടുമ്പോഴേക്ക് അത് സാരി കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നിച്ചു. അതുകൊണ്ടാണ് ഞാനത് ബോട്ട് നെക്കായിട്ടുള്ള ഒരു ബ്ലൗസ് ചൂസ് ചെയ്തത്. അപ്പോൾ മുടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല. എന്തായാലും ഇനി ജ്വല്ലറികൾ ഇടാം. അപ്പോൾ 2 മാല എനിക്ക് ഏതാ ഇടേണ്ടതെന്ന് അറിയില്ല. എങ്കിലും രണ്ടും വേറെ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് കുപ്പിവളകൾ, റോസ് കുപ്പിവളകൾ. എനിക്ക് വള അത്ര ഇഷ്ടമില്ല. എങ്കിലും കേരള സാരിയല്ലേ, കുറച്ച് വളയിരിക്കട്ടെ എന്ന് വെച്ച് വളയിട്ടു. അപ്പോൾ ഇനി കമ്മൽ ചെറുത് മതി. അപ്പോൾ ഹെവി മാലകൾ ഇടുമ്പോൾ നമ്മൾ കമ്മൽ, അല്ലെങ്കിൽ കമ്മൽ മാത്രമാണ് ഞാൻ ഇടാറ് മാല ഇടാതിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ മാല ഇട്ടതുകൊണ്ട് ചെറിയ കമ്മലാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ മുടി അഴിച്ചിട്ടിട്ടാന്ന് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ മുടി അങ്ങനെ അഴിച്ചിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി സെറ്റായി. എന്തായാലും ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പം ഞാൻ ഓഫീസിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ കേരള സാരി.
ഓണം മോഡ്. അപ്പോൾ നമുക്ക് ഓഫീസ് സെലിബ്രേഷനിലേക്ക് പോവാം. ഓഫീസ് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു 8 മണി ആണ് ടൈം പറഞ്ഞത്. എന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ പൂവെല്ലാം എല്ലാവരും റെഡിയാക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ഒരുപാട് പേരുണ്ട് ഇവിടെ. അതായത് ഇൻറ്റീരിയർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ട്, ഫോട്ടോഗ്രാഫി, ഫിലിം ഫീൽഡ്, അങ്ങനെ മിക്സ്ഡാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അവരുടെ ഫാമിലീസൊക്കെ ഇന്ന് സെലിബ്രേഷനുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പരിപാടികൾ ഒന്ന് നോക്കാം. ഇവിടെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, അതാണല്ലോ മെയിൻ. അപ്പോൾ ഇനി നമുക്ക് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഗെയിംസിനുള്ള പരിപാടിയാണ്. കുറച്ച് ഗെയിംസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഡാൻസ്, കുറച്ച് കോമഡി ഒക്കെ. പൊളി വൈബായിക്കോട്ടെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല പൊളിയായിരുന്നു, കുറച്ച് കോമഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഡാൻസ് പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല നൈസായിട്ടുണ്ട്, കോമഡി ആയിരുന്നു പരിപാടികൾ. അപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മളിത് ചെയ്തത്. കുറച്ചധികം പേരുള്ളത് കൊണ്ട് ലാസ്റ്റ് എത്തുമ്പോഴേക്കും നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു ഡാൻസ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഓണം മൂഡിലാണ്. നിങ്ങളും അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോരോ പരിപാടികളായിരിക്കും. ഇപ്പോൾ റീൽസും വീഡിയോസൊക്കെ എടുക്കാനുള്ള എല്ലാവരും തിരക്കിലായതുകൊണ്ട് തന്നെ പല പല കളികളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ഡാൻസും, അക്ഷരമാല, അതുപോലെ തന്നെ പാട്ട് കച്ചേരി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് അങ്ങനെ ഇങ്ങ് നടക്കുകയാണ്. എന്തായാലും എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ചു, ഓണം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് ഓണം പരിപാടികളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്കൂളിൽ അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾക്ക് പൂവിടുക, പൂ പറിക്കാൻ പോവുക, വീട്ടിൽ സദ്യ ഉണ്ണുക, അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ. ഇപ്പോൾ സദ്യയൊക്കെ നമുക്ക് പാർസലായിട്ട് കടയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ വീടുകളിൽ സദ്യ ഒരുക്കൽ പരിപാടി വലിയ എന്താ പറയണ്ടേ, അതിനോടത്ര വലിയ ആർക്കുമില്ല. എന്തായാലും ഇങ്ങനെ ഓണസദ്യ കൊണ്ടു പൂവൊക്കെ ഇട്ട് അങ്ങനെ മാവേലി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. എന്തായാലും ഓറയുടെ ഫസ്റ്റ് ഓണമായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ ഓറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓറയുടെ ഓണം അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം നേരുകയാണ്. ബൈ.